തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് മാധ്യമങ്ങളെ സന്നിധാനത്ത് കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സമിതിയോട് നമ്മൾ നോട്ടീസ് കൊടുത്ത് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അന്വേഷണവും നടത്തുന്നുണ്ട്. ഇതിൽ കുറ്റക്കാരെന്ന് വന്നാൽ കൃത്യമായ നടപടി ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ച പെരുമ്പാവൂർ ക്ഷേത്രത്തിൽ RSSന്റെ ഡ്രില്ല് നടക്കുന്നുവെന്ന് പറഞ്ഞ് വിജിലൻസ് റിപ്പോർട്ട് നമ്മൾ കിട്ടിയിരുന്നു. അവിടെയും നമ്മൾ ആ ഉപദേശ സമിതി കൃത്യമായ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏത് ക്ഷേത്രങ്ങളിലായാലും രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നമോ കൊടിയോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ദേവസ്വം ബോർഡിന് നിർബന്ധമാണ്. അത് കോടതിയുടെ കൃത്യമായ വിധിയാണ്. അത് ലംഘിച്ചാൽ അത് കോടതി വിധി ലംഘിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഒരു വിട്ടുവീഴ്ചയുമില്ല. പക്ഷേ ഉപദേശ സമിതികളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. RSS ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും, CPM ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അതിന് പ്രശ്നമില്ല. പക്ഷേ ആ ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും ചിഹ്നമോ പരിപാടികളോ നടത്തിയാൽ കൃത്യമായ നടപടി ഉണ്ടാവും. അന്വേഷണം ഞങ്ങൾ ഉപദേശ സമിതിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വിജിലൻസ് SP ഉണ്ട്. SP കൊണ്ട് അന്വേഷിപ്പിക്കുവാനും ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇന്നലെ കൊടുത്തല്ലേ ഉള്ളൂ. അത് വരട്ടെ. അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് പരിശോധിക്കാം. അല്ല, എന്തോ ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് ഇത് അന്വേഷണത്തിൽ ഇരിക്കുകയില്ലേ. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ഉചിതമായ തീരുമാനം ഉണ്ടാവും. കാരണം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ്. ദേവസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നമോ കൊടിയോ പരിപാടികളോ പാടില്ല. അത് സുവ്യക്തമായ കോടതി വിധിയാണ്. അത് കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും. ഓക്കെ. സന്നിധാനത്ത് ദേവസ്വം പ്രസിഡന്റ് പ്രശാന്താണ് മാധ്യമങ്ങളെ കണ്ടത്. ദേവസ്വം ഭൂമിയിൽ RSS ശാഖകൾ നടക്കുന്നതിനെതിരെ നടപടി ശക്തമാക്കുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം.